മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനെ വിളിക്കുമ്പോഴേക്കും കണ്ണൻ്റെ ഫോൺ എടുക്കുന്നത് പ്രതാപനും മുത്തശ്ശിയുമായിരിക്കും. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്? അവനെ നല്ലൊരു പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കുമെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെയും കണ്ണേട്ടൻ്റെയും വിവാഹബന്ധം വേർപെടുത്താതെ വേറൊരു കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിപ്പിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് മഹി. നീ എന്തിനാടി ഇനി ഇവളുടെ പിറകെ വരുന്നത്? നീ നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കടി എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. ആ കുഞ്ഞിൻ്റെ അച്ഛനെ ആയിട്ട് ഞാൻ ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വരുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ മുത്തശ്ശി ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് താഴോട്ടിറങ്ങി വരുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ അവരോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവളാണെങ്കിൽ അവൻ്റെ ഫോണിലോട്ട് വിളിച്ചായിരുന്നു, ഞാൻ നല്ല വർത്തമാനം പറഞ്ഞു എന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്. എന്നിട്ട് സ്വാതിയോടായിട്ട് പറയുന്നുണ്ട്, മോൾ എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിലോട്ട് ചെല്ലണം എന്ന്, അല്ലെങ്കിൽ അവൾ ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയെല്ലാമുണ്ട്. എപ്പോഴും അവനെ വിളിക്കുന്ന ലക്ഷണമാണ് കാണുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അവനൊരു കുഞ്ഞുണ്ടാകാത്തത് കൊണ്ട് ഇനി അവളുമായിട്ട് ലോഹ്യത്തിലായി കഴിഞ്ഞാൽ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അവളുടെ പേരിലും കണ്ണൻ്റെ പേരിലുമാണ് ഈ വീടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെയെല്ലാം മാറ്റി പുറത്താക്കുകയും ചെയ്യുമെന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗയ്ക്കും കരുണയ്ക്കുമെല്ലാം ആകെ ദേഷ്യം വരികയാണ്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, സ്വാതിയുടെയും കണ്ണൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുമ്പോൾ സ്വാതി പറയുന്നുണ്ട്, അതിപ്പോൾ വേണ്ട മുത്തശ്ശി, ഏതായാലും കണ്ണേട്ടൻ്റെ ചികിത്സയെല്ലാം നടക്കുകയല്ലേ, കണ്ണേട്ടൻ്റെ കാലുകളെല്ലാം ശരിയായതിനു ശേഷം എഴുന്നേറ്റ് നടന്നതിന് ശേഷം മാത്രം മതി വിവാഹം, അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു നാണക്കേട് കൂടെ ഉണ്ടാകില്ലേ എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയെല്ലാം നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലുകൾ ഒരിക്കലും ശരിയാകുകയില്ല, നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യില്ല എന്നെല്ലാം പറയുകയാണ് മുത്തശ്ശി. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കമലേശ്വരത്തായതുകൊണ്ട് മോഹിനിയെ കാണാനായിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ മഹി. അങ്ങനെ മഹിയോടായിട്ട് ലേഖ പറയുന്നുണ്ട്, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നീ തന്നെ പോയിട്ട് വാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെയും അനന്തവേട്ടനെ വിളിക്കാൻ മറക്കരുതെന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതിനുള്ള തുറുപ്പിച്ചിട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് ലേഖയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് മോഹിനിയെ കാണാനായിട്ട് എത്തുകയാണ് മഹി അവിടെ. അങ്ങനെ മോഹിനിയുടെ അടുത്ത് ചെല്ലുന്ന മോഹിനിക്കാണ് ഈ മഹിയെ കാണുന്നതും വളരെയേറെ സന്തോഷമാകുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഈ സമയത്ത് കണ്ണൻ്റെ കൂടെ നിൽക്കാൻ ഒരു യോഗവുമില്ലല്ലോ മോളെ, എനിക്കത് ഓർക്കുമ്പോൾ വളരെ സങ്കടമാണ്. പിന്നെ മോളുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഓർത്തിട്ടാണ് അമ്മ ഈ നാടകത്തിനെല്ലാം കൂട്ടു നിൽക്കുന്നതെന്നാണ് മോഹിനി പറയുന്നത് കേട്ട് മഹി പറയുന്നുണ്ട്, അതുതന്നെ അമ്മയെ കുഞ്ഞ് ജനിക്കുന്നത് വരെ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഞാനും കണ്ണേട്ടനും ഇങ്ങനെ അകന്നു നിൽക്കുന്നത്, നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനുശേഷം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്നെല്ലാം മോഹിനിയോടായിട്ട് പറയാണ് മഹി. എൻ്റെ മോളും കണ്ണനും കുഞ്ഞും കൂടിയുള്ള നല്ലൊരു ജീവിതമാണ് അമ്മയ്ക്ക് കാണാൻ ആഗ്രഹം, അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റണേ എന്ന് ഞാൻ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമെന്നെല്ലാം പറയാണ് മോഹിനി. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് പ്രതാപനും മുത്തശ്ശിയുമെല്ലാം. ഇത് കണ്ട് മോഹിനിയും മഹിയും എല്ലാം ഒന്ന് ഞെട്ടുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണെന്ന് പ്രതാപനാണെങ്കിൽ കാണുന്ന കാഴ്ച മഹിയാണെങ്കിൽ മോഹിനിയുടെ അടുത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി എന്തൊക്കെ പുലിവാലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത് എനിക്ക് ആകെ പേടിയാകുന്നു എന്ന് പറയുകയാണ്. അമ്മ ഒന്നും പേടിക്കേണ്ട, സമാധാനമായിട്ട് നിൽക്കുന്നല്ല മഹിയാണെങ്കിൽ മോഹിനിയെ ആശ്വസിപ്പിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നീ ഇപ്പോൾ ആ കണ്ണൻ മോനെ വിളിച്ചിട്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, നിനക്ക് ആ ഫോണിൽ കൂടെ പറഞ്ഞതൊന്നും മതിയായില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മഹിയുടെ നേരെ വരുന്നുണ്ട്. അതേസമയം പ്രതാപനും മഹിയുടെയും നേരെയും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നീ ഞങ്ങളില്ലാത്ത നേരം നോക്കി നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ഇനി നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തല്ലുകൊള്ളുന്നത് ഇതേ ഇവളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. അത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതേസമയം മഹി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മയെ താൻ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ താൻ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന മഹിയാണെങ്കിൽ ഉടനെ തന്നെ കണ്ണനെ വിളിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനോടായിട്ട് പറയുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ഉടനെ തന്നെ മാർക്കോനെ വിവരം അറിയിക്കുകയാണ്. പിന്നീട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ് മേഘനാഥനും സംഘവും. അങ്ങനെ മേഘനാഥനാണെങ്കിൽ തോമസ് വൈദ്യനോടായിട്ട് പറയുന്നുണ്ട്, സാറേ, എന്നെ എത്രയും പെട്ടെന്ന് നടക്കാവുന്ന പരുവത്തിലൊന്നാക്കി തരണം, ആ മാർക്കോയുടെ ഇടികൊണ്ടാണ് ഞാൻ ഈ പരുവത്തിലായതെന്നെല്ലാം പറയുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തോമസ് വൈദ്യനോടായിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്. സാറാണെങ്കിൽ ആ കണ്ണൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം
മേഘനാഥനാണെങ്കിൽ വൈദ്യനോടായിട്ട് പറയുമ്പോൾ വൈദ്യം പറയുന്നുണ്ട്, എന്നാലും ആ പാവം കണ്ണനോട് ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യനും മേഘനാഥൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ്. പിന്നീട് കണ്ണൻ വിളിച്ചു പറഞ്ഞ പ്രകാരം മാർക്കോ ആണെങ്കിൽ നമ്മുടെ പ്രതാപനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, തന്നോടെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം വാണിംഗ് ചെയ്തിട്ടുള്ളതാണ്, മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. എന്നിട്ട് താൻ വീണ്ടും അതിൻ്റെ പിറകെ തന്നെയാണല്ലേ, തന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ലടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പ്രതാപന് കണക്കിന് കൊടുക്കുകയാണ് മാർക്കോ. എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഇനി അവരുടെ പിറകെ എങ്ങാനും ഓരോ കാര്യത്തിനായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവനും കൂടെ ഞാൻ എടുത്ത് കളയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രതാപൻ്റെ അടുത്ത് നിന്ന് പോകുകയാണ് മാർക്കോ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.